ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫാം സ്റ്റെക്കേഷൻ വ്ളോഗാണ്. അതായത് ഞാൻ താമസിക്കുന്നത് ഷാർജ നാഷണൽ പ്ലെയിൻസ് മുബൈലയിലാണ്. അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഗ്രൂപ്പിൻ്റെ പേര് FMC ഷാർജ എന്നാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ത്രീകളെല്ലാം ചേർന്ന് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയി. അങ്ങനെ നമ്മളവിടുന്ന് തീരുമാനിക്കുകയാണ് നമുക്കൊരു ദിവസം സ്റ്റെക്കേഷന് പോകാം എന്നുള്ളത്, ഫാം സ്റ്റെക്കേഷന്. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലമാണ് അജ്മാൻ. അപ്പോൾ അജ്മാനിൽ ഞാൻ വൈകുന്നേരം ഈ ഫാം നിൽക്കുന്ന സ്ഥലത്തേക്ക് വൈകുന്നേരം 6 മണിയായപ്പോൾ വന്നിട്ട് ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകളാണ് ഫസ്റ്റ് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഫാമിൽ കയറിയാൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ മൃഗങ്ങളുടെ ഇതൊക്കെ കാണാം, നമുക്ക് കൂടൊക്കെ കാണാം. പിന്നെ അവിടെ ആടുണ്ട്, കോഴികളുണ്ട്, അങ്ങനത്തെ കുറച്ച് ഫാമിലെ കുറച്ച് അനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഈ ഫാം സ്റ്റെക്കേഷൻ. എല്ലാവരും മുന്നേ കുറേ പരിചയമുള്ള ആളുകളൊന്നുമല്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വട്ടം വരെ കണ്ടിട്ടുള്ളൂ, അങ്ങനെ പരിചയമായിട്ട് വന്നതാണ്. പക്ഷേ എനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി വൈബ്, നമ്മളോട് സിങ്കായി ചേർന്ന് നിൽക്കുന്ന വൈബുള്ളൊരു അങ്ങനത്തെ ഒക്കെ ഒരു മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള ഒരു ലേഡീസും കാര്യങ്ങളായിരുന്നു. കുട്ടികൾക്കും ഹാപ്പി ആയിരുന്നു. പിന്നെ ഇപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ, എല്ലാം ഓക്കെയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എടുക്കുകയാണ്. നമുക്ക് എപ്പോഴും ഈ ലേഡീസിന് കുറേ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സൊക്കെ പോകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഫ്രണ്ട്സും ഗ്യാങ്ങൊക്കെ ഉണ്ടാക്കി പുറത്ത് പോകണം. ജെൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറും ലേഡീസ് ഓൺലി മാത്രമായിട്ട് നമ്മൾ പോകണം, കുട്ടികളും കൂട്ടിയിട്ട്. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അങ്ങനത്തെ യാത്രകൾ, അങ്ങനത്തെ എന്താ പറയുക, കൂട്ടുകെട്ടുകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ലേഡീസിന് ഒരുപാട് മനസ്സിന് കരുത്തും നൽകും, ഒരുപാട് നല്ലതാണ്. പിന്നെ ഇവനാണ് നമ്മുടെ ഗ്രൂപ്പിലത്തെ മുത്തുമണി. അവൻ എല്ലാവർക്കും ഇഷ്ടമാണ്, ഭയങ്കര ക്യൂട്ടാണ് അവനെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ, ചബ്ബി ചിക്സായിട്ട്. ഇതൊക്കെ എന്നെക്കാട്ടി മുന്നെത്തിപ്പെട്ട ആളുകളാണ്. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണുകയാണ്. പുറത്തൊരു കിച്ചൺ പോലെ ചെറിയ സെറ്റപ്പും കാര്യങ്ങളും, ഇരിക്കാനുള്ള കസാരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ ഫാം സ്റ്റേ ഏറ്റവും സുഖം തണുപ്പിനാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം UAE 50 ഡിഗ്രി ചൂടാണല്ലോ, എന്നാൽ പോലും നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വൈബിൽ കുറേയൊക്കെ കണ്ടില്ലൊക്കെ നമ്മൾ അങ്ങനെ അറിയുന്നില്ല ചൂടിൻ്റെ ഒരു കാഠിന്യം എന്ന് പറയുന്നത്. എന്നാലും ചൂടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ലേഡീസ് കൂടി ചേർന്നാൽ എന്താണ് ഫസ്റ്റ് ചെയ്യുക? കുറേ വീഡിയോസ് എടുക്കുക, കുറേ ഫോട്ടോസ് എടുക്കുക. ഇതാണല്ലോ ലേഡീസിൻ്റെ കലാപരിപാടി. ഇതാണ് അവിടെ മെയിൻലി കുറേ ടൈം നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. മോസ്റ്റ്ലി കുറേ ടൈം നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്, ചൂടുണ്ടായിരുന്നു എന്നാലും ചൂടിനൊക്കെ അവഗണിച്ച് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം പറ്റം ലേഡീസ്, ഒരു 10-15 ലേഡീസും അതുവരെ കുട്ടികളും, അങ്ങനെ മൊത്തം 10-30 ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റായിട്ട് വരുന്ന ആൾ. പിന്നെ കിച്ചണിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കിച്ചണിൽ കുറച്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കി, ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച്, അതൊക്കെ അടിപൊളി. സൗമ്യയുടെ വക പഴംപൊരി ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി 9-10 മണിയൊക്കെ ആകുമ്പോൾ ചോറ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി, റൊട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏലത്തെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ റീൽസ് എടുക്കലായിരുന്നു, ഡാൻസ് റീൽസ് എടുക്കൽ, അതിൻ്റെ സ്റ്റെപ്പ് പഠിക്കലും. ചൂട് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ആ ചൂടിനെല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാം സഹിക്കാൻ തയ്യാറായിട്ട് നമ്മൾ കുറേ ഡാൻസ് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നീട് നെക്സ്റ്റ് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് DJ പാർട്ടി ആയിരുന്നു. DJ അത് ഭയങ്കര സൂപ്പറായിരുന്നു. DJ ലൈറ്റ്സും പിന്നെ മൈക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇതിന് കുട്ടികൾ മുതിർന്നവരൊന്നുമില്ല, എല്ലാവരും കയറി തുള്ളന്നെ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ കലാപരിപാടിയൊക്കെ ചെയ്യുന്നത്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ DJൻ്റെ ഈ സമയത്തുള്ള മ്യൂസിക് ഞാൻ ചിലപ്പോൾ ഇവിടെ കട്ടാക്കും. സിനിമ മ്യൂസിക് വീഡിയോസ് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ആ ഭാഗം ഞാനൊന്ന് മ്യൂസിക്കിൻ്റെ വീഡിയോസ് ചിലപ്പോൾ ഞാനൊന്ന് കട്ടാക്കിയിട്ട് വേറെ മ്യൂസിക് കൊടുക്കുന്നതായിരിക്കും. ആരൊന്നും വിചാരിക്കരുത്, അറിയാലോ. അപ്പോൾ നമ്മൾ ഇലുമിനാറ്റി സോങ് ഒക്കെ ഇട്ടിട്ട് കുറേ ഡാൻസൊക്കെ കളിച്ചു. എന്തായാലും നല്ല വൈബായിരുന്നു. കുട്ടികൾ വീണ്ടും DJക്കാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെയും കുറേ ഗെയിംസ് കളിക്കാനുള്ളതുകൊണ്ട് DJ എല്ലാം കുറച്ച് ദിവസം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ത്രൂ ഔട്ട് ഫുള്ള് നമുക്ക് കാണിക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ DJ നന്നായിട്ട് ഏറ്റവും എൻജോയ് ചെയ്തത് ചിലപ്പോൾ DJ എന്ന് പറയേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനത്തെ ഒത്തുകൂടൽ വളരെ നല്ലതാണ്. അപ്പോൾ DJയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഗോസിപ്സൊക്കെ പറയാനൊക്കെ പറയില്ല, തമാശ. അതൊക്കെ രസമാണ്. ഇതൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ കസിൻസിൻ്റെ കൂടെയൊക്കെ പോയിട്ട് ഇങ്ങനെ രാത്രി എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കലും കളിക്കലും, അതൊക്കെ കോളേജ് ഡേയ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇവർക്കൊക്കെ ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള സ്ത്രീകളെന്ന് പറയുന്നവർക്കൊക്കെ 2 കുട്ടികൾ 1 കുട്ടികളൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. പിന്നെ എന്നാൽ പോലും ജോലിയും ഹസ്ബൻഡൊക്കെ കൂടുള്ള ആളുകൾ തന്നെയാണ്. ഹസ്ബൻഡൊക്കെ വീട്ടിൽ തന്നെ ഇരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ലേഡീസ് മാത്രമായിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പോലെ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളെ അതേ മെൻറ്റാലിറ്റി ആയിരുന്നു കളിക്കുമ്പോൾ. വാശിയേറിയ മത്സരങ്ങളായിരുന്നു. പിന്നെ ഈ മത്സരങ്ങൾക്ക് പങ്കെടുക്കുക കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും ചെറുതായിട്ടൊരു പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു എൻകറേജ്മെൻ്റ് ആണ്. അതൊക്കെ ഇവിടുത്തെ ഇതിലുള്ള അഡ്മിൻസിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, അവരൊക്കെ ഒരു
കഴിവ് തന്നെയാണ് ഇതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോയി പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളി ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ലേഡീസിന് ഗെയിംസ് കിഡ്സിന് ഗെയിംസ് ഒക്കെ വളരെ നന്നായിരുന്നു. ഇതൊക്കെ അടിപൊളി ഗെയിമായിരുന്നു. ഇൻ ആൻഡ് ഔട്ടോറോ വട്ടം വരച്ചിട്ട് റൈറ്റ് പറയണം ലെഫ്റ്റ് പറയണം മൈൻഡ് ഗെയിമാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചെന്നാലേ ഇത് കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ കടന്നുറങ്ങി. പിന്നെ ഇത് രാവിലെ 5:30-6 മണിക്ക് നീറ്റുള്ള ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു ഓരോരുത്തർ എണീറ്റ് പോയി തുടങ്ങി. പിന്നെ ഞാൻ ഫാമിൻ്റെ പുറത്തിറങ്ങിയിട്ട് കുറച്ചിങ്ങനെ നടന്ന് അവിടുത്തെ കാര്യങ്ങളൊന്നും കൂടിയും വെളിച്ചത്ത് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് പിന്നെ മൃഗങ്ങളുടെ കൂട്ടിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി ആടിനെയും പിന്നെ കോഴീനെയൊക്കെ ഒന്ന് കണ്ട് ഞാൻ നടന്ന് അവിടെ കുറച്ച് ഏരിയയിൽ കുറച്ചിങ്ങനെ പച്ചക്കറി കുറച്ച് ചെറുങ്ങനെ പച്ചക്കറി കൃഷിയൊക്കെ അവിടെ സൈഡിലൊക്കെ ഉണ്ട്. ഒന്നും പറിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ എൻ്റെ ഈ ഫാം സ്റ്റേക്കേഷൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.